യോശുവയുടെ പുസ്തകം 16 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി വേണം പഠിക്കാനായിട്ട്. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. 16 അധ്യായത്തിന്റെ ഉള്ളടക്കം എന്താണ്? യോസെഫിന്റെ മക്കൾക്ക് കിട്ടിയ അവകാശത്തെക്കുറിച്ചാണ് 16 അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആർക്കേരുടെ അതിരേത്? അതാരോത്ത്. യോസെഫിന്റെ പുത്രന്മാർ ആരല്ല? മനശ്ശെയും എഫ്രൈമും. കിഴക്ക് എഫ്രൈമ്യരുടെ അവകാശത്തിന്റെ അതിർ മേലത്തെ ബേത്ത് ഹോരോൻ വരെ എന്തായിരുന്നു? അതാരോത്ത് അദാർ. പടിഞ്ഞാറോട്ട് കാനാ തോട് വരെ ചെന്ന് സമുദ്രത്തിങ്കിൽ അവസാനിക്കുന്നത് ആരുടെ ഗോത്രമാണ്? എഫ്രൈം ഗോത്രം. മനശ്ശെ ഗോത്രത്തിന് കിട്ടിയ അവകാശദേശത്തിന്റെ ഇടയിൽ പട്ടണദേശങ്ങൾ ലഭിച്ചത് ഏത് ഗോത്രത്തിലായിരുന്നു? എഫ്രൈം ഗോത്രത്തിന്. ഗസേരിൽ പാർത്തിരുന്ന ആരെയാണ് എഫ്രൈമ്യർ നീക്കിക്കളയാതിരുന്നത്? കനാന്യരെ. എഫ്രൈമ്യരുടെ ഇടയിൽ ഊഴിയവേല ചെയ്ത് പാർത്തിരുന്ന ജാതികൾ ആരാണ്? കനാന്യർ. കനാന്യർ എവിടെയാണ് പാർത്തിരുന്നത്? ഗസേരിലാണ് കനാന്യർ പാർത്തിരുന്നത്. ഡാഷ് സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് ഡാഷ് വെള്ളത്തിങ്കൽ മരുഭൂമിയിൽ തന്നെ തുടങ്ങി ഡാഷ് നിന്ന് മലനാട് വഴിയായി ബഥേലിലേക്ക് കയറി. എരിഹോവിന്റെ സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് എരിഹോ വെള്ളത്തിങ്കൽ മരുഭൂമിയിൽ തന്നെ തുടങ്ങി എരിഹോവിൽ നിന്ന് മലനാട് വഴിയായി ബഥേലിലേക്ക് കയറി. ഗിലെയാദും ബാശാനും ഓഹരിയായി ലഭിച്ചത് ആർക്കാണ്? മാക്കീരിന്. മനശ്ശെയുടെ ആദ്യജാതനും ഗിലെയാദിന്റെ അപ്പനുമായ യുദ്ധവീരൻ ആര്? മാക്കീർ. യോസേഫിന്റെ ആദ്യജാതൻ ആര്? മനശ്ശെ. മനശ്ശെയുടെ ആദ്യജാതനും ഗിലെയാദിന്റെ അപ്പനുമായ മാക്കീരിന് ഗിലെയാദും ബാശാനും അവകാശമായി നൽകിയത് എന്തുകൊണ്ട്? യുദ്ധവീരനായിരുന്നതുകൊണ്ട്. മാക്കീരിന് അവകാശമായി ലഭിച്ച ദേശങ്ങൾ ഏതെല്ലാമാണ്? ഗിലെയാദും ബാശാനും. ആരിലൂടെയാണ് ശെലോഹാഫാദിന്റെ പുത്രിമാർ അവരുടെ വംശാവലി കണ്ടെത്തിയത്? മാക്കീരിലൂടെ. മനശ്ശെയുടെ ഗോത്രത്തിൽ പുത്രന്മാർ ഇല്ലാതിരുന്നത് ആർക്കാണ്? ശെലോഫഹാദിന്. ശെലോഹാദിന് എത്ര പെൺമക്കളാണുള്ളത്? അവ ആരല്ല? 5 പെൺമക്കളാണുള്ളത്. മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ. സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവകാശം ചോദിച്ചത് ആരായിരുന്നു? ശെലോഹാദിന്റെ പുത്രിമാർ. ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ട്. ആര് ആരോട് പറഞ്ഞു? ശെലോഹാദിന്റെ പുത്രിമാർ പുരോഹിതനായ ഏലയാസറിനോടും യോശുവയോടും പ്രഭുക്കന്മാരോടും മുമ്പാകെ. ശെലോഹാദിന്റെ പുത്രിമാർ അവരുടെ അവകാശം യോശുവയോട് ചോദിച്ചത് എങ്ങനെയായിരുന്നു? യഹോവ കൽപ്പിച്ച പ്രകാരം അപ്പന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം തരുവാനായിട്ട്. ശെലോഹാദിന്റെ പുത്രിമാർക്ക് ലഭിച്ച ഓഹരി എത്രയാണ്? 10 ഓഹരി. ശെലോഹാദിന്റെ പുത്രിമാരുടെ ഗോത്രമേത്? മനശ്ശെ ഗോത്രം. മനശ്ശെക്ക് യോർദാനക്കരെ ഗിലെയാദ് ദേശവും ബാശാനും കൂടാതെ 10 ഓഹരി കിട്ടുവാൻ കാരണമെന്ത്? മനശ്ശെയുടെ പുത്രിമാർക്ക് അവന്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട്. ഡാഷ് മനശ്ശെക്കുള്ളതായിരുന്നു എങ്കിലും മനശ്ശെയുടെ അതിരിലുള്ള ഡാഷ് എഫ്രൈമ്യർക്കുള്ളതായിരുന്നു. തപ്പൂഹ ദേശം മനശ്ശെക്കുള്ളതായിരുന്നു എങ്കിലും മനശ്ശെയുടെ അതിരിലുള്ള തപ്പൂഹ പട്ടണം എഫ്രൈമ്യർക്കുള്ളതായിരുന്നു. തപ്പൂഹ ദേശം ആർക്കുള്ളതായിരുന്നു? മനശ്ശെക്ക്. മനശ്ശെയുടെ അതിരിലുള്ള തപ്പൂഹ പട്ടണം ആർക്കുള്ളതായിരുന്നു? എഫ്രൈമ്യർക്ക്. ആരുടെ അവകാശമാണ് വടക്ക് ആശേരിനോടും കിഴക്ക് ഇസാഖാരിലും തൊട്ടിരിക്കുന്നത്? മനശ്ശെയുടെ. ഇസാഖാരിലും ആശേരിലും 3 മേടുകൾ ഉണ്ടായിരുന്നത് ആർക്ക്?
മനശ്ശെക്ക്. മനശ്ശെയുടെ മക്കൾക്ക് ആരെയാണ് ദേശത്തു നിന്ന് നീക്കിക്കളവാൻ സാധിക്കാതിരുന്നത്? കനാന്യരെ. ഇസ്രായേൽ മക്കൾ ഊഴിയവേല ചെയ്യിപ്പിച്ച ജാതികൾ ആരായിരുന്നു? കനാന്യർ. യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾ ഒരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നതെന്ത്? ആര് ആരോട് പറഞ്ഞു? യോസേഫിന്റെ മക്കൾ യോശുവയോട്. 2 ഗോത്രങ്ങൾക്കും കൂടി ഒരു നറുക്കും ഓഹരിയും ലഭിച്ചത് ആർക്കായിരുന്നു? യോസേഫിന്റെ മക്കൾക്ക്. എഫ്രൈം പർവ്വതം യോസേഫിന്റെ മക്കൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് അവരോട് എന്തു ചെയ്യുവാനാണ് യോശുവ പറഞ്ഞത്? കാട്ടുപ്രദേശത്ത് ചെന്ന് പെരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാടുവെട്ടി സ്ഥലം എടുത്തുകൊള്ളുവാനായിട്ട്. കാട്ടുപ്രദേശത്ത് കാടുവെട്ടി സ്ഥലം ഓഹരി അവകാശപ്പെടുത്തിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞത് ആരോടാണ്? യോസേഫിന്റെ മക്കളോട്. മലനാട് ഞങ്ങൾക്ക് പോരാ എന്ന് യോശുവയോട് പരിഭവം പറഞ്ഞത് ആര്? യോസേഫിന്റെ മക്കൾ. കനാന്യരുടെ ഇരുമ്പ് രഥങ്ങളെ ഭയപ്പെട്ടവർ ആരായിരുന്നു? യോസേഫിന്റെ മക്കൾ. എന്തുകൊണ്ടാണ് മലനാട് ഞങ്ങൾക്ക് പോരാ എന്ന് യോസേഫിന്റെ മക്കൾ പറഞ്ഞത്? താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കനാന്യർക്ക് ഒക്കെയും ഇരുമ്പ് രഥങ്ങൾ ഉള്ളതുകൊണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രമല്ല വരേണ്ടത് എന്ന് യോശുവ ആരോടാണ് പറഞ്ഞത്? എഫ്രൈമിനോടും മനശ്ശെയോടും. നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട് എന്നത് എഫ്രൈമിനോടും മനശ്ശെയോടും പറഞ്ഞതാര്? യോശുവ. മലനാട് നിങ്ങൾക്കുള്ളതായിരിക്കണം എന്നത് യോശുവ ആർക്ക് നൽകിയ ഉറപ്പാണ്? എഫ്രൈമിനും മനശ്ശെക്കും. ഇരുമ്പ് രഥങ്ങളുള്ള ബലവാന്മാർ ആരാണ്? കനാന്യർ. ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും എവിടെ ഒന്നിച്ചുകൂടിയാണ് സമാഗമന കൂടാരം നിർത്തിയത്? ഷീലോവിൽ. ഷീലോവിൽ വെച്ച് ഒന്നിച്ചുകൂടിയ ഇസ്രായേൽ മക്കൾ അവിടെ എന്താണ് സ്ഥാപിച്ചത്? സമാഗമന കൂടാരം. യോശുവയും ഇസ്രായേൽ മക്കൾ മുഴുവനും ഷീലോവിൽ ഒന്നിച്ചുകൂടി വന്നതിന് എന്തു പേരാണ് വിളിച്ചിരുന്നത്? ഇസ്രായേൽ മക്കളുടെ സഭയെന്ന്. ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന ഗോത്രങ്ങൾ എത്ര? 7 ഗോത്രങ്ങൾ. ഇസ്രായേൽ മക്കൾ എന്തിനു മടിച്ചിരിക്കുന്നു എന്നാണ് യോശുവ പറഞ്ഞത്? പിതാക്കന്മാരുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശം കൈവശമാക്കാൻ പോകുന്നതിന്. ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് മടിച്ചിരുന്ന ഗോത്രങ്ങൾ ഏതെല്ലാം? ശിമെയോൻ, ഇസാഖാർ, സെബൂലൂൻ, ബെന്യാമിൻ, ദാൻ, നഫ്താലി, ആശേർ ഗോത്രങ്ങൾ. ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ട പ്രകാരം കണ്ടെഴുതി വരേണ്ടതിന് എത്ര പേരെയാണ് യോശുവ അയച്ചത്? ഓരോ ഗോത്രത്തിൽ നിന്നും 3 പേരെ. ഓരോ ഗോത്രത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 3 പേർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ട പ്രകാരം ദേശം 7 ഭാഗമായി കണ്ടെഴുതി യോശുവയുടെ അടുക്കൽ കൊണ്ടുവരേണം. തൻ്റെ അതിർത്തിക്കകത്ത് തെക്ക് പാർക്കേണ്ടതാര്? യഹൂദ. തൻ്റെ അതിർത്തിക്കകത്ത് വടക്ക് പാർക്കേണ്ടതാര്? യോസേഫിന്റെ കുലം. യഹോവയുടെ പൗരോഹിത്യം ആരുടെ അവകാശമാണ്? ലേവ്യരുടെ അവകാശം. യോർദാന്റെ കിഴക്ക് മോശ വിഭാഗിച്ച പാതിഗോത്രം ഏതായിരുന്നു? മനശ്ശെയുടെ ഗോത്രം. ദേശം കണ്ടെഴുതുവാൻ പോയ 3 പേർക്ക് യോശുവ നൽകിയ ദൗത്യം എന്തായിരുന്നു? ദേശത്തുകൂടി കടന്ന് നഗര വിവരത്തോടുകൂടെ ഒരു പുസ്തകത്തിൽ 7 ഭാഗമായി എഴുതി യോശുവയുടെ അടുക്കലേക്ക് മടങ്ങി വരേണം. 7 ഭാഗമായി ഭാഗിച്ച് കണ്ടെഴുതിയ ദേശങ്ങൾ യോശുവ എങ്ങനെ ഓരോ ഗോത്രങ്ങൾക്കായി വിഭാഗിച്ചു? യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട്. യോശുവ ഇസ്രായേൽ മക്കളിൽ ശേഷിച്ച 7 ഗോത്രങ്ങൾക്ക് ഗോത്രവിഭാഗപ്രകാരം ദേശം വിഭാഗിച്ചു കൊടുക്കുവാനായി ചീട്ടിട്ടത് എവിടെ വെച്ചാണ്? ഷീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച്. യഹൂദായുടെ മക്കളുടെയും യോസഫിന്റെ മക്കളുടെയും മധ്യേ അവകാശം കിട്ടിയത് ആർക്കാണ്?
ബെന്യാമിൻ മക്കൾക്ക്. ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിന് അവരുടെ അവകാശത്തിന്റെ അതിർ ഏത് ഗോത്രങ്ങളുടെ മധ്യയാണ് കിടക്കുന്നത്? യഹൂദ മക്കളുടെയും യോസഫിന്റെ മക്കളുടെയും മധ്യേ. ബത്തേലിന്റെ മറ്റൊരു പേരെന്ത്? ലൂസ്. കിരിയത്ത് യയാരീം ആരുടെ പട്ടണമാണ്? യഹൂദ മക്കളുടെ പട്ടണം. രൂബേന്റെ മകനായ ബോഹാന്റെ കല്ല് അതിരായുള്ള 2 ഇസ്രായേൽ ഗോത്രങ്ങൾ ഏതെല്ലാം? യഹൂദ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും. അവർ പുറപ്പെട്ട് ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ടും പ്രകാരം കണ്ടെഴുതി എന്റെ അടുക്കൽ മടങ്ങി വരേണം. ആര് ആരോട് പറഞ്ഞു? യോശുവ ഇസ്രായേൽ മക്കളോട്. നിങ്ങൾ ചെന്ന് ദേശത്തുകൂടി സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാൻ ഇവിടെ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടേണ്ടതിന് എന്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുവിൻ. ആര് ആരോട് പറഞ്ഞു? ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ പറഞ്ഞതാണ് ഈ വേദഭാഗം. ബെന്യാമിൻ ഗോത്രത്തിന് എത്ര പട്ടണമാണ് ദേശത്ത് അവകാശമായി ലഭിച്ചത്? 14 പട്ടണം. 7 ഗോത്രങ്ങൾക്കുള്ള ദേശം വിഭാഗിക്കുന്ന വിവരണം നൽകിയിരിക്കുന്ന അധ്യായങ്ങൾ ഏതെല്ലാം? യോശുവ 18, 19 അധ്യായങ്ങൾ. ശീലോവിൽ വെച്ച് ഗോത്രങ്ങൾക്ക് ഭാഗം വയ്ക്കുവാൻ ചീട്ടിട്ടപ്പോൾ രണ്ടാമത്തെ നറുക്കു വീണത് ആർക്കാണ്? ശിമയോന്. ആരുടെ അവകാശത്തിന്റെ ഇടയിലാണ് ശിമയോന് അവകാശം ലഭിച്ചത്? യഹൂദ മക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ. യഹൂദ മക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ ഓഹരി ലഭിച്ച ഗോത്രം ഏതായിരുന്നു? ശിമയോൻ മക്കളുടെ ഗോത്രം. ശിമയോൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി എത്ര പട്ടണങ്ങളാണ് അവകാശമായി കിട്ടിയത്? 17 പട്ടണങ്ങൾ. രാമയുടെ മറ്റൊരു പേരെന്ത്? ബാലത് ബേർ. യഹൂദ മക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ ശിമയോൻ മക്കൾക്ക് അവകാശം ലഭിക്കാൻ കാരണം എന്താണ്? യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നത് കൊണ്ടാണ്. ശീലോവിൽ വെച്ച് ഗോത്രങ്ങൾക്ക് ഭാഗം വയ്ക്കാൻ ചീട്ടിട്ടപ്പോൾ മൂന്നാമത്തെ നറുക്കു വീണത് ഏത് ഗോത്രത്തിനായിരുന്നു? സെബൂലൻ മക്കൾക്ക്. ആരുടെ അവകാശത്തിന്റെ അതിരാണ് സാരിത്ത് വരെ ഉണ്ടായിരുന്നത്? സെബൂലൻ മക്കളുടെ അവകാശത്തിന്റെ അതിരാണ്. സെബൂലൻ ഗോത്രത്തിന് എത്ര പട്ടണങ്ങളാണ് അവകാശമായി കിട്ടിയത്? 12 പട്ടണങ്ങൾ. ശീലോവിൽ വെച്ച് ഗോത്രങ്ങൾക്ക് ഭാഗം വയ്ക്കാൻ ചീട്ടിട്ടപ്പോൾ ഇസാഖാരിന് എത്രാമത്തെ നറുക്കാണ് വീണത്? 4ാമത്തെ നറുക്ക്. ഇസാഖാർ ഗോത്രത്തിന് ആകെ ലഭിച്ച പട്ടണങ്ങൾ എത്ര? 16 പട്ടണങ്ങൾ. ഗോത്രങ്ങൾക്ക് ഭാഗം വയ്ക്കാൻ ചീട്ടിട്ടപ്പോൾ ഇസാഖാരിന് ശേഷം ആർക്കാണ് നറുക്കു വീണത്? ആശേർ മക്കളുടെ ഗോത്രത്തിന്. ആശേർ ഗോത്രത്തിന്റെ അതിരിലുള്ള മഹാനഗരം ഏത്? സീദോൻ. ആശേർ ഗോത്രത്തിന്റെ അതിരിലുള്ള ഉറപ്പുള്ള പട്ടണം ഏത്? സോർ പട്ടണം. ആശേർ ഗോത്രത്തിന് ആകെ ലഭിച്ച പട്ടണങ്ങൾ എത്ര? 22 പട്ടണങ്ങൾ. ഗോത്രങ്ങൾക്ക് ഭാഗം വെക്കാൻ ചീട്ടിട്ടപ്പോൾ 6ാമത്തെ നറുക്കു വീണത് ആർക്കാണ്? നഫ്താലി മക്കൾക്ക്. നഫ്താലി ഗോത്രത്തിന് ആകെ ലഭിച്ച പട്ടണങ്ങൾ എത്ര? 19 പട്ടണങ്ങൾ. ആരുടെ അവകാശമാണ് സെബൂലിനോടും ആശേരിനോടും യഹൂദായോടും തൊട്ടിരിക്കുന്നത്? നഫ്താലി മക്കളുടെ അവകാശം. നഫ്താലി മക്കളുടെ ഗോത്രത്തിന് എത്ര പട്ടണങ്ങളാണ് അവകാശമായി കിട്ടിയത്? 19 പട്ടണങ്ങൾ. ഇസ്രായേൽ മക്കളിൽ അവസാനത്തെ നറുക്കു വീണത് ആർക്കാണ്? ദാൻ മക്കളുടെ ഗോത്രത്തിന്. ഇസ്രായേൽ മക്കളിൽ ആരുടെ അവകാശമാണ് പൊയ്പോയത്? ദാൻ മക്കളുടെ അവകാശം. ദാൻ മക്കൾ യുദ്ധം ചെയ്ത് തങ്ങളുടേതാക്കിയ ദേശം ഏത്? ലേശം ദേശം. തങ്ങൾ പിടിച്ചടക്കിയ ലേശമിന് ദാൻ മക്കളിട്ട പേര് എന്ത്? ദാൻ. തങ്ങളുടെ അപ്പനായ ദാന്റെ പേരിൻ പ്രകാരമാണ് പേരിട്ടത്. ഇസ്രായേൽ മക്കൾ യഹോവയുടെ കൽപ്പന പ്രകാരം എഫ്രൈം മലനാട്ടിലുള്ള തിമ്നത്ത് സേരഹ് യോശുവയ്ക്ക് കൊടുത്തത് എപ്പോഴാണ്?
അവർ ദേശത്തെ അതിർ തിരിച്ചു കഴിഞ്ഞ ശേഷം. യോശുവയ്ക്ക് ലഭിച്ച അവകാശ ഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എഫ്രൈം മലനാട്ടിലുള്ള തിമ്നത്ത് സേരഹില്. യോശുവയോടൊപ്പം ഉണ്ടായിരുന്ന പുരോഹിതൻ ആരായിരുന്നു? ഏലയാസർ പുരോഹിതൻ. ശേഷിച്ച 7 ഗോത്രങ്ങളുടെയും ദേശവിഭാഗം യോശുവ അവസാനിപ്പിച്ചത് എവിടെ വെച്ചായിരുന്നു? ഷീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച്. ഗോത്രങ്ങളുടെ ദേശവിഭാഗം പൂർത്തിയാകുന്നത് വിവരിക്കുന്നത് ഏത് അധ്യായത്തിലാണ്? 19-ാം അധ്യായത്തിൽ. അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയവൻ ഓടിപ്പോയി ഇരിക്കേണ്ടത് മോശ മുഖാന്തരം എന്താണ് യോശുവ കൽപ്പിച്ച് നിശ്ചയിച്ചത്? സങ്കേത നഗരങ്ങൾ. ആരാണ് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ സങ്കേത നഗരങ്ങൾ നിശ്ചയിപ്പാൻ കൽപ്പിച്ചത്? യഹോവ. എന്തിനാണ് സങ്കേത നഗരങ്ങൾ നിശ്ചയിപ്പാൻ കൽപ്പിച്ചത്? അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയവനെ രക്തപ്രതികാരകൻ കൊല്ലാതിരിപ്പാൻ ഓടിപ്പോയി ഇരിക്കേണ്ടതിന്. യോശുവ സങ്കേത നഗരങ്ങൾ നിശ്ചയിച്ചത് ദേശത്തിൽ എവിടങ്ങളിൽ ആയിരുന്നു? പട്ടണങ്ങളിൽ. സങ്കേത പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ അവന്റെ കാര്യം ആരോട് അറിയിക്കണം? മൂപ്പന്മാരോട്. സങ്കേത നഗരങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്നവൻ എവിടെ നിന്നുകൊണ്ടാണ് തന്റെ കാര്യം പട്ടണത്തിലെ മൂപ്പന്മാരെ അറിയിക്കേണ്ടത്? പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ടാണ് അറിയിക്കേണ്ടത്. സങ്കേത പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ അവന്റെ രക്ഷയ്ക്കായി എന്തു ചെയ്യണം? ആ പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് തന്റെ കാര്യം പട്ടണത്തിലെ മൂപ്പന്മാരെ അറിയിക്കണം. സങ്കേത പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ അവന്റെ രക്ഷയ്ക്കായി അപേക്ഷിക്കുമ്പോൾ മൂപ്പന്മാർ എന്തു ചെയ്യണം? മൂപ്പന്മാർ അവനെ പട്ടണത്തിൽ കൈക്കൊണ്ട് അവരുടെ ഇടയിൽ പാർക്കേണ്ടതിന് അവൻ ഒരു സ്ഥലം കൊടുക്കണം. സങ്കേത നഗരത്തിലെത്തുന്ന കൊലപാതകൻ അബദ്ധവശാലാണ് കൊല ചെയ്തതെന്ന് എങ്ങനെ തിരിച്ചറിയാം? മനസ്സറിയാതെയും പൂർവ്വദ്വേഷം കൂടാതെയും തന്റെ കൂട്ടുകാരനെ കൊന്നുപോയതാണെങ്കിൽ. കൊലപാതകനെ പിന്തുടർന്ന് രക്തപ്രതികാരകൻ ചെല്ലുമ്പോൾ മൂപ്പന്മാർ എന്തു ശ്രദ്ധിക്കണം? കൊലപാതകനെ രക്തപ്രതികാരകന്റെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സങ്കേത നഗരങ്ങളിൽ അഭയം പ്രാപിച്ചവന് എത്ര നാൾ അവിടെ പാർക്കാം? അവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെയോ അന്നുള്ള പുരോഹിതന്റെ മരണം വരെയോ ആ പട്ടണത്തിൽ പാർക്കാവുന്നതാണ്. ഗോത്രങ്ങളുടെ പട്ടണ പരിധിയിൽ എത്ര സങ്കേത നഗരങ്ങളാണ് നിശ്ചയിച്ചത്? അവ ഏതെല്ലാം? 6 ഗോത്ര പട്ടണങ്ങളാണ്. നഫ്താലി, എഫ്രൈം, യഹൂദ, രൂബേൻ, ഗാദ്, മനശ്ശെ എന്നീ 6 ഗോത്രങ്ങൾ. നഫ്താലി മലനാട്ടിലെ സങ്കേത നഗരം എവിടെയാണ്? ഗലീലയിലെ കേദശിൽ. എഫ്രൈം മലനാട്ടിലെ സങ്കേത നഗരം എവിടെയാണ്? ഷേക്കേമിൽ. യഹൂദ മലനാട്ടിലെ സങ്കേത നഗരം എവിടെയാണ്? ഹെബ്രോൻ എന്ന കിര്യത്ത് അർബയിൽ. രൂബേൻ ഗോത്രത്തിലെ സങ്കേത നഗരം എവിടെയാണ്? സമഭൂമിയിലെ ബേസേരിൽ. ഗാദ് ഗോത്രത്തിൽ എവിടെയാണ് സങ്കേത നഗരം? ഗിലെയാദിലെ രാമോത്തിൽ. മനശ്ശെ ഗോത്രത്തിൽ എവിടെയാണ് സങ്കേത നഗരം? ബാശാനിലെ ഗോലാനിൽ. സങ്കേത നഗരത്തിൽ ഇസ്രായേൽ മക്കളെ കൂടാതെ അതിന്റെ ആനുകൂല്യം ആർക്കുകൂടി യോശുവ നൽകിയിരുന്നു? അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും ആനുകൂല്യം നൽകിയിരുന്നു. യഹോവ നിശ്ചയിച്ച സങ്കേത നഗരങ്ങൾ പൂർത്തിയാക്കിയത് ആരാണ്? യഹോവ. യോശുവയുടെ പുസ്തകം 16 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള കമന്റ്സ് അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.